മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. അബ്രഹാമിനെതിരെ സിബിഐ കേസെടുത്തു. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനിടെ നിയമവിരുദ്ധമായി കെ.എം. അബ്രഹാം ഫയലുകൾ കൈകാര്യം ചെയ്തതായി ചൂണ്ടിക്കാട്ടി അമിക്കസ് ക്യൂറിയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. കെ.എം. അബ്രഹാം അനധികൃതമായി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു ആരോപണം. ജോമോൻ പുത്തമ്പുരക്കൽ നൽകിയ ഹർജി പരിഗണിച്ചാണ് സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പിന്നാലെയാണ് സിബിഐ നടപടി. വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുള്ള എല്ലാ ന്യായീകരണവും എല്ലാം നുണയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സിബിഐ അന്വേഷണത്തെ തടയിടാൻ നോക്കിയിട്ടും വിജയിച്ചില്ല. അപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി പോകും എന്ന് പറഞ്ഞു. സുപ്രീം കോടതി അങ്ങ് ചെന്നാൽ മതി, നമുക്ക് കാത്തിരുന്ന് കാണാം. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് കെ.എം. അബ്രഹാം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും സർക്കാർ ഇതുവരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ.എം. അബ്രഹാം വ്യക്തമാക്കിയിരുന്നെങ്കിലും അതിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതിനിടെ കെ.എം. അബ്രഹാമിനെതിരെ അമിക്കസ് ക്യൂറിയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. നോളജ് മിഷൻ ഉപദേഷ്ടാവായി തോമസ് ഐസക്കിനെ നിയമിച്ചതിനെതിരെ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് അമിക്കസ് ക്യൂറി നടപടി. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് നൽകിയ എല്ലാ ഉത്തരവുകളും നിയമവിരുദ്ധമാണെന്നും സർക്കാരിനായി ഉത്തരവിൽ ഒപ്പിടാൻ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിക്ക് അധികാരമില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം തേടണമെന്നും അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ അറിയിച്ചു. തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം മീഡിയ 1 കൊച്ചി.